അമേരിക്ക, ബ്രിട്ടൻ, കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ എന്നിവ ഉൾപ്പെടുന്ന G7 കൂട്ടായ്മയിൽ ഇന്ത്യ ഒരു ഔദ്യോഗിക അംഗമല്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നിരുന്നാലും ഓരോ വർഷവും ഒരു പ്രത്യേക അതിഥിയായി ഇന്ത്യ നിരന്തരം ക്ഷണിക്കപ്പെടുന്നു എന്നത് ആഗോളതലത്തിൽ ഇന്ത്യയുടെ ശബ്ദത്തിന് പാശ്ചാത്യ ശക്തികൾ എത്രത്തോളം പ്രാധാന്യം നൽകുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവാണ്. ആഗോള സമ്പദ് വ്യവസ്ഥ, കാലാവസ്ഥാ വ്യതിയാനം, സുരക്ഷ, നയതന്ത്രം തുടങ്ങിയ നിർണായക മേഖലകളിൽ ഇന്ത്യയുടെ പങ്കും സ്വാധീനവും ഇന്നും സങ്കല്പിക്കാൻ കഴിയാത്ത വിധം വളർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സമകാലിക ലോകത്തെ പ്രധാന അന്താരാഷ്ട്ര തീരുമാനങ്ങൾ ഒന്നും തന്നെ ഇന്ത്യയുടെ സജീവമായ പങ്കാളിത്തമില്ലാതെ പൂർണ്ണ രൂപത്തിൽ രൂപപ്പെടുത്തുക എന്നത് ലോകശക്തികൾക്ക് ഇന്ന് അസാധ്യമായി മാറിയിരിക്കുന്നു. പതിറ്റാണ്ടുകളായി ആഗോള സ്ഥാപനങ്ങളുടെയും അന്താരാഷ്ട്ര കൂട്ടായ്മകളുടെയും നിയന്ത്രണം പ്രധാനമായും സമ്പന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ ആധിപത്യത്തിലായിരുന്നു. ഇതിന്റെ ഫലമായി ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക എന്നിവിടങ്ങളിലെ പല വികസ്വര രാജ്യങ്ങൾക്കും തങ്ങളുടെ യഥാർത്ഥ ആശങ്കകളും ആവശ്യങ്ങളും പ്രധാന ആഗോള ചർച്ചകളിൽ നിന്ന് എപ്പോഴും പാർശ്വവൽക്കരിക്കപ്പെടുന്നതായി തോന്നിയിരുന്നു. എന്നാൽ ഇന്ന് ഈ വികസ്വര രാജ്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഏറ്റവും ശക്തമായ ശബ്ദമായി അഥവാ ആഗോള ദക്ഷിണേന്ത്യയുടെ ഒരേയൊരു ശബ്ദമായി ഇന്ത്യ ഉയർന്നു വന്നിരിക്കുകയാണ്. തങ്ങളുടെ വളർന്നു വരുന്ന സ്വാധീനവും നയതന്ത്ര വ്യാപ്തിയും ഉപയോഗിച്ച് വികസിത സമ്പദ് വ്യവസ്ഥകൾക്കും വികസ്വര രാജ്യങ്ങൾക്കുമിടയിലുള്ള ഒരു ശക്തമായ നയതന്ത്ര പാലമായി ഇന്ത്യ സ്വയം സ്ഥാനം പിടിച്ചിരിക്കുന്നു. G7 കൂട്ടായ്മയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുമായുള്ള തന്ത്രപരമായ ഇടപെടൽ ഇന്ന് അത്യന്താപേക്ഷിതമാണ്. കാരണം പാശ്ചാത്യ രാജ്യങ്ങൾ എടുക്കുന്ന ഏത് ആഗോള നയവും അന്താരാഷ്ട്ര തലത്തിൽ വിജയിക്കണമെങ്കിൽ അതിന് വിശാലമായ സ്വീകാര്യത ആവശ്യമാണ്. പ്രത്യേകിച്ച് പരമ്പരാഗത പാശ്ചാത്യ കൂട്ടായ്മയ്ക്ക് പുറത്തുള്ള വലിയൊരു വിഭാഗം രാജ്യങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള ഇന്ത്യയുടെ പിന്തുണ അതിന് വേണം. ഇന്ത്യയുടെ അവിശ്വസനീയമായ സാമ്പത്തിക ഉയർച്ച ആഗോള വൻ ശക്തികൾക്ക് ഒട്ടും അവഗണിക്കാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യമായി മാറിയിരിക്കുകയാണ്. 140 കോടിയിലധികം വരുന്ന ഭീമമായ ജനസംഖ്യയുള്ള ഇന്ത്യ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഉപഭോക്തൃ വിപണികളിൽ ഒന്നാണെന്നത് ആഗോള വ്യാപാര സമവാക്യങ്ങളെ മാറ്റിമറിക്കുന്നു. രാജ്യത്തിന്റെ അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥ, കുതിച്ചുയരുന്ന നിർമ്മാണ മേഖല, അത്യാധുനിക സാങ്കേതിക വിദ്യാരംഗം എന്നിവയെ ഇന്ത്യയെ ആഗോള വളർച്ചാ പദ്ധതികളുടെ കേന്ദ്ര ബിന്ദുവാക്കി മാറ്റിയിരിക്കുന്നു. ആഗോള കമ്പനികൾ തങ്ങളുടെ വിതരണ ശൃംഖലകൾ വൈവിധ്യവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോൾ വിശ്വസിക്കാൻ കൊള്ളുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക പങ്കാളിയായി മാറുന്നത് ഇന്ത്യയാണ്. ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ഈ പ്രാധാന്യത്തിന് പിന്നിലെ മറ്റൊരു പ്രധാന ഘടകം ഇന്തോ പസഫിക് മേഖലയിലെ രാജ്യത്തിന്റെ തന്ത്രപരമായ ഭൂമിശാസ്ത്ര സ്ഥാനമാണ്. ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സൈനിക സാമ്പത്തിക സ്വാധീനം പല G7 രാജ്യങ്ങൾക്കും വലിയ ആശങ്കയായി മാറുമ്പോൾ മേഖലയിൽ ഒരു അധികാര സന്തുലിതാവസ്ഥ നിലനിർത്താൻ വലിപ്പം കൊണ്ടും സൈനിക ശേഷി കൊണ്ടും ഇന്ത്യയെ അവർ നിർണായക പങ്കാളിയായി കാണുന്നു. ആഗോള നേതാക്കൾ ഇപ്പോഴും ഇത് പരസ്യമായി പ്രഖ്യാപിച്ചില്ലെങ്കിലും ഏഷ്യയിൽ ശക്തമായ ഒരു തന്ത്രപരമായ സന്തുലിതാവസ്ഥ കെട്ടിപ്പടുക്കുന്നതിനുള്ള പാശ്ചാത്യ ശ്രമങ്ങളിൽ ഇന്ത്യയുടെ പങ്കാളിത്തം കേന്ദ്ര ബിന്ദുവാണ്. അതുപോലെ തന്നെ ലോകത്തിന്റെ കാലാവസ്ഥാ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതും ഇന്ത്യയുടെ പങ്കാളിത്തത്തെ ദൃഢമായി ആശ്രയിച്ചിരിക്കുന്നു. അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥ എന്ന നിലയിൽ ഇന്ത്യയുടെ ഊർജ്ജ തെരഞ്ഞെടുപ്പുകൾ ആഗോള കാർബൺ ഉദ്യമനത്തിൽ നേരിട്ട് സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇതിനകം തന്നെ രാജ്യം പുനരുപയോഗ ഊർജ്ജശേഷി വൻതോതിൽ വികസിപ്പിക്കുകയും അന്താരാഷ്ട്ര സോളാർ അലയൻസ് പോലുള്ള ആഗോള സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തതുകൊണ്ട് മാതൃകയായിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന ഇന്ത്യയുടെ പദവിയും അതിന്റെ ആഗോള സ്വാധീനത്തിന് മാറ്റുകൂട്ടുന്നു. റഷ്യ യുക്രൈൻ സംഘർഷവും മിഡിൽ ഈസ്റ്റിലെ സങ്കീർണമായ തർക്കങ്ങളും ഉൾപ്പെടെയുള്ള പ്രതിസന്ധികളിൽ ആരുടെയും പക്ഷം പിടിക്കാതെ ഒന്നിലധികം ആഗോള പങ്കാളികളുമായി ഒരേ സമയം ബന്ധം നിലനിർത്തിക്കൊണ്ട് നയതന്ത്രത്തിനും സമാധാനപരമായ ചർച്ചകൾക്കും വേണ്ടിയാണ് ഇന്ത്യ നിലകൊണ്ടത്.